സംസ്ഥാനത്ത് നാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് 21 പേരാണ്. കൂടുതൽ പേർ മരിച്ചത് പാലക്കാട് ജില്ലയിലാണ്. ഒരു മാസത്തിൽ ശരാശരി 3 മുതൽ 5 വരെ ആനകൾ ഇടയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് വനവകുപ്പ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ഹർത്താൽ ഉൾപ്പെടെ നടത്തി പ്രതിഷേധിക്കുമ്പോഴാണ് ഉത്സവപ്പറമ്പുകളിൽ നാട്ടാനകൾ മനുഷ്യജീവനുകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. നാട്ടാനാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ പൊലിഞ്ഞത് പാലക്കാട് ജില്ലയിലാണ്. 7 പേർക്കാണ് ജില്ലയിൽ മാത്രം ജീവൻ നഷ്ടമായത്. തൃശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിൽ 3 പേർക്കും ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓരോരുത്തരും മരിച്ചു. ആലപ്പുഴയിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ കൊല്ലം, പത്തനംതിട്ട, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നാട്ടാനകളുടെ ആക്രമണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരാൾ പോലും മരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. മരണങ്ങളിൽ ഏറിയ പങ്കും സംഭവിച്ചത് ഉത്സവങ്ങൾക്കിടയിലും മറ്റ് ആഘോഷ പരിപാടികൾക്കിടയിലുമാണ്. ഒരു മാസം ശരാശരി 3 മുതൽ 5 വരെ ആനകൾ ഇടയുന്ന സംഭവം ഉണ്ടാകുന്നതായി വനം വകുപ്പ് വ്യക്തമാക്കുന്നു. അതേസമയം വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഉത്സവ സീസണുകൾ ആരംഭിക്കാനിരിക്കെ നാട്ടാന പരിപാലന ചട്ടം കർശനമാക്കാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ്. കൊയിലാണ്ടി സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് തീരുമാനം. മതപരമായ പരിപാടി എന്ന ഇളവ് നൽകാതെ കർശനമായി നിയമം പാലിക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയാൽ അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കും. സ്ഥിരം ആന ഇടയുന്ന ഇടങ്ങളിലും ഉത്സവങ്ങളും പെരുന്നാളുകളും കേന്ദ്രീകരിച്ചും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താനും ആലോചനയുണ്ട്. വന്യജീവി ശല്യം തീർക്കാൻ പെടാപ്പാട് പെടുന്നതിനിടെയാണ് നാട്ടാന വനംവകുപ്പിന് തലവേദനയാകുന്നത്. നാട്ടാനാക്രമണങ്ങൾ നമ്മൾ സ്വയം വിളിച്ചു വരുത്തുന്ന ദുരന്തങ്ങളാണ്. നൂറുകണക്കിന് ആളുകൾക്കിടയിൽ മണിക്കൂറുകളോളം നിൽക്കുമ്പോൾ ആനയുടെ വന്യത അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഇനിയെങ്കിലും ആനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം കൈവിട്ട കളികൾ വേണോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ടതാണ്. വിജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.